കണ്ടോ ഈ മത്തി ഇങ്ങോട്ട് എടുക്കുക, മാലയെ പിടിച്ചെടുത്തിട്ട് നേരെ വായിലിടുക. നമ്മൾ വെക്കുന്നത് മത്തി വറുത്ത ശേഷം മുളകിട്ട് കറി വെക്കുക, മാങ്ങായും മുളകും ഇട്ട് കറി വെക്കുക. നമ്മൾ മത്തി വെട്ടി ഉപ്പിട്ട് വൃത്തിയായിട്ട് കഴുകി എടുത്ത ഇതിനകത്തെ അഴുക്ക് കളയുകയാണേ. ആദ്യമേ നമ്മളിത് വറക്കും. വറുത്തിട്ട് മാങ്ങായും ലേശം കുടമ്പുളിയൊക്കെ ചേർത്ത് മുളകിട്ട് കറി വെക്കുന്നു. ഇത് കഴുകിയെടുക്കുകയാണ് മത്തി. ഇതിന് മത്തി എന്നും പറയും, ചില സ്ഥലങ്ങളിൽ ചാളയെന്നും പറയും. നമുക്ക് ഈ സോഷ്യൽ മീഡിയകളിലൊക്കെ കാണുന്നില്ലേ മത്തിക്ക് ഭയങ്കര വിലയാണെന്ന്. അതിൻ്റെ കാരണം എന്തുവാണെന്ന് ചെറുപ്പക്കാരായ ആളുകൾക്ക് പൊതുവേ അറിയത്തില്ല. കാര്യം ഈ മത്തിക്ക് പനിഞ്ഞീൻ്റെ സമയം, അതായത് മുട്ടയുടെ സമയമാകുമ്പോൾ സർക്കാർ ട്രോള് ഏർപ്പെടുത്തും. അപ്പം മീൻ പിടിക്കാൻ പറ്റാതെ വരും. ആ സമയങ്ങളിലാണ് ഈ മീൻ ഭയങ്കര വിലയാകുന്നത്. അല്ലാതെ മത്തിക്ക് അങ്ങനെ ഭയങ്കരമായ വിലകളൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ ഉൽപ്പന്നം കുറയാതിരിക്കാൻ വേണ്ടിയാണ് ഈ മുട്ടയുടെ സമയമാകുമ്പം ഈ മീൻ പിടിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു നിർദ്ദേശം സർക്കാർ കൊടുക്കുന്നത്. അന്നേരമാണ് നമുക്ക് ഈ വില കൂടുതൽ ഉണ്ടാകുന്നത്. ഇത് ഞാനൊന്ന് വരഞ്ഞു കൊടുക്കുവാണേ. എന്തിനാണെന്നറിയാവോ? ഇതിനകത്ത് നമുക്ക് കുരുമുളകും ഉപ്പും ലേശം മുളക് പൊടിയും ചേർത്ത് പെരട്ടി വെച്ചിട്ട് അത് വറുത്തെടുക്കാൻ. അതിനാണ് അത് പിടിക്കാൻ വേണ്ടിയാണ് ഞാനിതൊന്ന് വരഞ്ഞു കൊടുക്കുന്നത്. ഇത് നമ്മൾ പുരട്ടി എടുക്കാനായിട്ട് ലേശം ഉപ്പ്, മഞ്ഞൾപ്പൊടി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇതെല്ലാം നമ്മൾ ഇനിയും ചേർക്കേണ്ടതായതുകൊണ്ട് ഇപ്പം ശകലമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. ഇത് കുരുമുളക് പൊടിയാണേ. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് പുരട്ടിയിട്ട് മീൻ പുരട്ടിയെടുക്കാമേ. ഇറ്റാലി മീൻ പുരട്ടിയെടുക്കാം. ഇനി ഇത് നമ്മൾ വാഴയിലേക്കകത്ത് വെളിച്ചെണ്ണ പുരട്ടി തൂത്തിട്ട് അതിനകത്ത് വെച്ചാണ് ഇത് പൊള്ളിച്ചെടുക്കുന്നത്. അല്ലാതെ വെളിച്ചെണ്ണയ്ക്കകത്ത് വറക്കുകയല്ല, വാഴയിലെ വെളിച്ചെണ്ണ തൂത്തിട്ട് അതിനകത്തോട്ട് ഇറക്കി വെച്ച് പൊള്ളിച്ചെടുക്കുക. നമുക്കത് മത്തി ഒന്ന് പൊള്ളിച്ചെടുക്കാവേ. ഇലക്കകത്ത് വെച്ച് പൊള്ളിച്ചെടുക്കാനാണ്.
നമ്മൾ മത്തി വറക്കാൻ വേണ്ടിയാണ്. അത് എണ്ണയ്ക്കകത്ത് വറക്കാനല്ല, ഇല വെച്ച് ഇലയിൽ എണ്ണ തൂത്ത് വറുത്തെടുക്കുകയാണ്. എണ്ണയൊഴിച്ച് മത്തി വറുത്തെടുത്ത് കറി വെക്കുകയല്ല, പൊള്ളിച്ച്. അതായത് ഈ ഇലയിലോട്ട് നമ്മൾ എണ്ണ തൂക്കും. തൂത്ത ശേഷം മത്തി പെറുക്കി അതിലോട്ടിടും. അങ്ങനെ തിരിച്ച് മറിച്ച് ഇട്ട് നമ്മൾ പൊള്ളിക്കും. പൊള്ളിച്ചെടുത്തിട്ടാണ് നമുക്ക് 2 തണ്ട് കരിയാപ്പില ഒന്ന് വെച്ച് കൊടുക്കാവേ. അത് ഒരു വശം ഇപ്പം വെന്തിട്ടുണ്ടേ, നമുക്കിനി അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഒരു വശം നമ്മളിതേ കണ്ടോ ഇല വെച്ച് വേവിച്ചെടുത്തേക്കാം. ഇനി അത് മറിച്ചിട്ടേക്കാം, അടിവശം ഇരുന്ന ഒന്നുകൂടെ വേവിക്കാം. അവിടെ കൂടെ പൊള്ളി കിട്ടുമ്പം നമുക്ക് എടുത്തിട്ട് പിന്നെ നമ്മൾ കറി വെക്കുക. നമ്മുടെ മത്തി നമ്മൾ പൊള്ളിച്ച് എടുത്തേക്കാം. ഇത് വാങ്ങി വെക്കാൻ പോവേ. എന്നിട്ട് നമുക്കിനി ഇത് കറി വെക്കാനായിട്ട് ഒരുങ്ങണം. അതുകൊണ്ട് ഇത് മത്തി വാങ്ങി വെക്കട്ടെ. മത്തിക്ക് ചേർക്കാനുള്ള മാങ്ങയാണേ. ഈ മാങ്ങ തൊലി ചെത്തി കഴുകി എടുക്കാൻ പോവാം. ഇഞ്ചിയും വെളുത്തുള്ളിയാണ് അത് നമുക്ക് ചതച്ച് അതും എടുത്ത് വേണം ഇത് കറി വെക്കാൻ. മുളക് പൊടി, മല്ലിപ്പൊടി, ഉലുവ, കടുക് വറുത്ത് എടുക്കാനായിട്ട്. ഇതെല്ലാം നമുക്കിതിന് കൂടെ ആവശ്യമുള്ള സാധനങ്ങളാണ്. ഇഞ്ചി, വെളുത്തുള്ളി, ഇഞ്ചിയും കൂടെ നമ്മൾ ചതച്ചെടുക്കാൻ പോവാം. മാങ്ങ മാത്രം ഇട്ടല്ല നമ്മളിത് കഴുകി വെക്കുന്നത്, കുടംപുളിയും ചേർക്കുന്നുണ്ട് ഇതിനകത്ത് കേട്ടോ. മാങ്ങയും കുടംപുളിയും ചേർത്താലും മീൻ ആവശ്യമായ പുളിയേ ഇതിനാകാവുള്ളൂ. ഒത്തിരി മാങ്ങയും ചേർക്കരുത്, ഒത്തിരി കുടംപുളിയും ചേർക്കരുത്. അപ്പം നമ്മൾ ചെറിയൊരു മാങ്ങ ചേർത്തു. ഇനിയും ചെറിയ 2 കഷ്ണം കുടംപുളിയും കൂടി ഇതിൻ്റെ കൂടെ ചേർക്കും. വേണേ നമുക്ക് കറി വെക്കാൻ വേണ്ടി ചട്ടി ചൂടായി. നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാവേ. എണ്ണ ചൂടായി. നമുക്ക് കടുക് വന്നിട്ട് കൊടുക്കാവേ. കടുക് കൂട്ടി നമുക്ക് ലേശം ഉലുവ ഇട്ട് കൊടുക്കാവേ.
നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയാണേ. ഇത് മൂത്തേ. ഇനി നമുക്ക് അതിനുള്ള മസാലക്കൂട്ടായ മുളക് പൊടി, ലേശ ഉപ്പ് വരട്ടി വെച്ചതാണേ. മല്ലിപ്പൊടി ഇത്രയും ചേർത്ത്, മഞ്ഞപ്പൊടിയൊക്കെ നമ്മൾ പുരട്ടി വെച്ചേക്കുക. ഇതിനകത്ത് വേകാൻ ആവശ്യമായ വെള്ളമാണേ. ഇനി ഇതിനകത്ത് നമുക്ക് കറിവേപ്പില, ലേശം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മുടെ മാങ്ങായും കൊടംപുളിയും മാങ്ങായും ഉണ്ടേ. തിളക്കട്ടെ. അന്നേരം നമുക്ക് നമ്മൾ പൊള്ളിച്ച് വെച്ചേക്കുന്ന മത്തി ഇട്ട് കൊടുക്കാം. മുളകും മാങ്ങായും പുളിയും എല്ലാം അത് തിളച്ചിരിക്കുക. നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ പൊള്ളിച്ച് വെച്ചേക്കുന്ന മത്തി എടുത്തിട്ട് കൊടുക്കാൻ പോവേ. ആദ്യമേ നമ്മുടെ ആ പൊള്ളിച്ചതിനകത്ത് വെച്ച കറിവേപ്പില തന്നെ അതിനകത്തോട്ട് കിടക്കട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് ഈ മത്തി നമുക്കതൊന്ന് മൂടി വെച്ച് കൊടുക്കാവേ. നമ്മുടെ മീൻ ആയിരിക്കുക. നമുക്കൊന്ന് നോക്കാം. ഓഹോ, കുട്ടപ്പനെ പറ്റിയല്ല ഇരിക്കുക. നമ്മുടെ കറി എല്ലാം ശരിയായിട്ടിരിക്കുകയാണ്. ഇതെല്ലാം പറ്റി നല്ല എടുക്കാനുള്ള പരുവായി. നിങ്ങൾ എൻ്റെ എല്ലാ ഇതും കണ്ട് കമൻറ്റ് പാസ്സാക്കുന്നുണ്ട്. അതിന് എനിക്ക് എല്ലായ്പ്പോഴും മറുപടി ഒന്നും തരാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഇനിയും ഞാൻ എല്ലാത്തിനും മറുപടി തരുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഞാൻ ചെയ്ത് തരണമെന്ന് നിർദ്ദേശം ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റിൻ്റെ കൂടെ പറയാമെങ്കിൽ ഞാൻ അതിന് വേണ്ടി ശ്രമിക്കാമെന്ന് തന്നെയല്ല, ഞാൻ പരമാവധി ചെയ്ത് കാണിച്ച് നിങ്ങൾക്ക് തരാം. പിന്നെ അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് എല്ലാ പ്രേക്ഷകരോടും വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ്. എനിക്ക് ലൈക്ക് ചെയ്ത് നിങ്ങളെന്നെ പിന്നെ കൂടുതൽ എനിക്ക് സപ്പോർട്ട് ചെയ്യണം. എന്ത് കമൻ്റ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് പറയുകയും ചെയ്യാം. അതിനും ഞാൻ മറുപടിയും തരാം. ഇതിൻ്റെ ഉപ്പും പുളിയും എല്ലാം നമുക്കൊന്ന് നോക്കിയ ശേഷം വേണം വാങ്ങുന്നത്. ഞാൻ തന്നെ ആദ്യം ഒന്ന് നോക്കട്ടെ, വല്ല പോരായ്മ ഉണ്ട്. ഇല്ല, ഒരു പോരായ്മ ഇതിനില്ല. അപ്പം ഇനി നമുക്കിത് വാങ്ങി വെക്കാം. നിങ്ങളെൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും എനിക്ക് ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാനിത് വാങ്ങി വെക്കുന്നു.
അന്നേമനെ ഇത് നോക്കിക്കേ ഇതിൻ്റെ രുചിയുണ്ട്. മാങ്ങേൻ്റെയും പുളിയുടെയും ഒരു പ്രത്യേക രുചിയാണ്. മത്തി പൊള്ളിച്ച് മുളകിട്ട് കറി വെച്ചതാണിത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.